Coffee Talk Good 7 a.m. morning. program hosted by JC Nilambur Golden Valley Daffodils and Valanjeri Royal Air Call to Order. ഇന്ന് 964 സെഷനാണ്. നമ്മളുടെ അതിഥി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനു മുമ്പ് നമ്മളുടെ സെഷനിലൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ മുഖം കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മാസൂം സാറാണ്. അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നതിനായി നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് നജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Manoj sir. Good morning all. ഇന്ന് നമ്മളുടെ 7 AM കോഫി ടോക്കിന്റെ 964 സെഷനാണ്. ഇന്ന് നമ്മളുടെ ഈ മനോഹരമായ പ്രോഗ്രാം ഷെയർ ചെയ്യുന്നത് രേഖ മാമിന്റെ അഭാവത്തിൽ മനോജ് സാറാണ്. മനോജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ട്രെയിനർ ഡോക്ടർ മൻസൂം സാറാണ്. സാറിനെ ഇന്നത്തെ ഈ ഒരു സെഷൻ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഹെല്ലോ പ്രസിഡന്റ്മാരായ നിതിൻ നാരായൺ സർ, ജിനി സാംസൺ മാം, രണ്ടുപേരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ മനോഹരമായ ഈ ഒരു വേദി ഒരുക്കി തന്ന അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോർഡിനേറ്റേഴ്സ് ആയ ഹിഷാം ഹൈദർ സർ, ശ്രീജിത്ത് സർ, രേഖ മാം, മുജീബ് സർ, എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കി എല്ലാ ദിവസവും നമ്മളുടെ മുന്നിൽ എത്തിക്കുന്ന നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഉസ്മാൻ സാറിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ എല്ലാ ദിവസവും രാവിലെ എത്തുന്ന സീനിയേഴ്സ് ആയ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ ദിവസവും ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കൈകോർത്ത് പിടിക്കുന്നവരാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മനോജ് സർ, താങ്ക് യു. താങ്ക് യു നജിയ, താങ്ക് യു വെരി മച്ച്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറുടെ അതേ മട്ടിലാണ് വെൽക്കം സ്പീച്ച് പറഞ്ഞത്. ആരെയും വിട്ടുപോവാതെ തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞു. നജിയ, താങ്ക് യു വെരി മച്ച്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്, നമ്മളുടെ സെഷന് വേണ്ടി എത്തിയിരിക്കുന്നത് ഡോക്ടർ മസൂം കനിയൻ സാറാണ്. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ നോക്കിയാൽ നമുക്കറിയാം, ഡോക്ടർ പ്രണർ. അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങളോ ആരംഭിക്കുകയും ചെയ്യുന്നവരെയാണ് ഡോക്ടർ പ്രണർ എന്ന് പറയുന്നത്. JCI ഇന്ത്യയുടെ സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്റർ, വെൽനസ് കോച്ച്, ആസ്തറ്റിക് ഡെന്റിസ്റ്റ്, അതായത് പല്ലുകളുടെ ആരോഗ്യത്തോടൊപ്പം കാഴ്ചയിലെ ഭംഗി വർദ്ധിപ്പിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ചിരി നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഡെന്റൽ വിദഗ്ധനായ ഡോക്ടർ മസൂം കനിയൻ സാറെ ഇന്നത്തെ സെഷന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. Thank you. Hi, good morning all. Good morning. First of all, I am Dr. Masoom Kaniyan. I am a cosmetic dentist with 17 years of experience in the field of dentistry. I am a pass out from the prestigious Manipal University. I was passed out in 2009. Now I am running a clinic, Relief Dental, in Vandoor. And my Dr. Shemi, my wife, she is also a dentist. She is also working there. And we have got a son, Izan Masoom, studying in 7th standard. That's all about my family. Then I will share my PPT now. Is it visible, sir? Yes, sir, it's visible. PPT visible, alle? Yeah. Okay, sir. Okay. So we will start. Like our topic for today is personal branding. Sir. പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ്? പേഴ്സണൽ ബ്രാൻഡിങ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്നുള്ളത്
Anybody? Manoj sir, can you give a try? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ എന്തിനെ കുറിച്ചായാലും മറ്റുള്ളവർ എന്താണ് പറഞ്ഞു നടക്കുന്നത്, അതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. Okay, very good. Nice. അതാണ് In your ബ്രാൻഡിങ്. ഓക്കെ, in your പേഴ്സണൽ life. ബ്രാൻഡിങ് ആണ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് വെച്ചാൽ വാട്ട് പീപ്പിൾ സേ അബൌട്ട് യു വെൻ യു ആർ നോട്ട് ഇൻ ദി റൂം. നിങ്ങൾ ആ സ്ഥലത്തില്ല അല്ലെങ്കിൽ ആ റൂമിലില്ലാത്തപ്പോൾ മറ്റു വ്യക്തികൾ നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു, അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. അത് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഇന്റൻഷനൽ പ്രോസസ്സാണ്. അത് ഒരു നാച്ചുറൽ പ്രോസസ് അല്ല. അത് നമ്മൾ ദ വേ വി ഷോ അവർ സെൽഫ് ടു അതേഴ്സ്, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഷോക്കേസ് ചെയ്യാണ്. അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. വൈ പേഴ്സണൽ ബ്രാൻഡിങ് മാറ്റേഴ്സ്? പേഴ്സണൽ ബ്രാൻഡിങ് മാറ്റേഴ്സ് എന്ന് വെച്ചാൽ അതുകൂടെ നമുക്ക് കിട്ടുന്ന നമ്പർ 1 പോയിന്റ് ആണ് വിസിബിലിറ്റി. ഇപ്പൊ എല്ലാവരും വിസിബിലിറ്റി ആഗ്രഹിക്കുന്നവരാ. എല്ലാവർക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം. അതിന് സോഷ്യൽ മീഡിയയിലാവട്ടെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലെല്ലാം എല്ലാവരും ആക്റ്റീവ് ആണ് അല്ലെ? അപ്പൊ അതിലൂടെ നമുക്കൊരു വിസിബിലിറ്റി കിട്ടും. അതുപോലെ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും, വിശ്വസ്തത ഉണ്ടാവും. അതിലൂടെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളെ ബിസിനസ്സിനെ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ആർ യു വിത്ത് മീ? ഹലോ? Yes, sir. We are Okay. Yes, sir. Yes, sir. Yes. Okay, then what are the benefits of personal branding? The first one is trust, വിശ്വാസം. ലാലേട്ടൻ പറയാറുണ്ട് വിശ്വാസം അതല്ലേ എല്ലാം. അപ്പൊ നമ്മൾ ട്രസ്റ്റ് എപ്പോഴും ബിൽഡ് ചെയ്യണം. അപ്പൊ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഷോക്കേസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയി മാറുക തന്നെയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും പേഴ്സണൽ ബ്രാൻഡിലൂടെ. ഒരു നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡിനെ ഒന്ന് പറയാൻ പറ്റുമോ? മൈക്ക് ഓണാക്കി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. സാർ പറയട്ടെ? പറഞ്ഞോ. എന്നെ സംബന്ധിച്ചോളം ഒരു എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും ഒരു ഡോക്ടറെ ഒന്ന് കാണേണ്ടി വരുവാണെങ്കിൽ ആ ഡോക്ടർ അരുൺ ഡോക്ടറെ തന്നെ കാണണമെന്ന് എനിക്കൊരു കൂടുതൽ താല്പര്യമുണ്ട്. ഡോക്ടർ എന്തോ ഡോക്ടർ അരുൺ ഏത് സ്പെഷ്യാലിറ്റി? ലൈക്ക് ഫിസിഷ്യനാണ്. ഫിസിഷ്യനാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ കാണുക എന്ന് പറയുമ്പോ സാർ ഓക്കെ അപ്പൊ അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു അദ്ദേഹത്തെ സാർ പ്ലീസ്. ഓക്കെ സാർ പറഞ്ഞോളൂ. ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തത്? നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നത്, അതുപോലെ പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹീലിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അത്ര ഫ്രണ്ട്ലി ആൻഡ് ലവബിൾ ആണ് അദ്ദേഹം. ഓക്കെ, വെരി ഗുഡ് ബേബി സാർ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോ എന്താണ് ഒരു ബ്രാൻഡ്? ബ്രാൻഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിയാണ്. നമ്മളിപ്പോ മലബാർ ഗോൾഡ് നമ്മളെ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡാണ്. അല്ലെങ്കിൽ ഐഫോൺ ഒരു ബ്രാൻഡാണ്. ഒരുപാട് ആൾക്കാർ ഐഫോൺ എടുക്കുന്നുണ്ട്, ആപ്പിൾ ഐഫോൺ. എന്തുകൊണ്ടാണ്? ഒരു ട്രസ്റ്റ് വരുന്നുണ്ട് അതിൽ. ഓക്കെ, ഒരു വിശ്വസ്തത. നമുക്ക് അത് ഒരു പ്രൈവസി തരുന്നുണ്ട്. വാല്യൂ ഫോർ മണി എന്നുള്ളത് നമുക്കൊരു വിശ്വാസമുണ്ട്. നെക്സ്റ്റ് വൺ, അതിനൊരു നല്ലൊരു ഡിസൈൻ ഉണ്ട്. ആപ്പിളിന് ഒരു നല്ലൊരു ലോഗോ ഉണ്ട്. അതുപോലെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. അവർ ഇന്നോവേഷൻ എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഓൾ ഓവർ ദ വേൾഡ് ആപ്പിളിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഒരു വാല്യൂ തരുന്നുണ്ട് ആ ബ്രാൻഡ്, ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ ബ്രാൻഡിൽ വരുന്നതാണ് മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്. ഈ ബ്രാൻഡ് ഇമേജിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. വിഷ്വൽ ഐഡന്റിറ്റി. നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവും, കാഴ്ചയിൽ ഉള്ള ഐഡന്റിറ്റി.
പിന്നെ വരുന്നതാണ് കസ്റ്റമർ എക്സ്പീരിയൻസ്. നമ്മൾ കസ്റ്റമേഴ്സിന് എന്ത് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു സാധാ ചായക്കടയിൽ പോയി 10 രൂപ കൊടുത്ത് ചായ കുടിക്കുന്നു. അതേപോലെ നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ താജിൽ പോയി ഒരു ചായ കുടിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ള അറിയാലോ. താജിലാവുമ്പോൾ നമുക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ആനയിച്ച് സീറ്റിൽ ഇരുത്തുന്നു, എന്ത് വേണം, അങ്ങനെ അത്രയും നല്ല സർവീസ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ വരുന്നതാണ് ഇമോഷണൽ കണക്ഷൻ. നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രാൻഡ് എപ്പോഴും നമ്മളെ കസ്റ്റമേഴ്സിനെ ഇമോഷണലി കണക്റ്റഡ് ആവണം. അവരെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണം അവരെ സെർവ് ചെയ്യാൻ. എപ്പോഴും ഇമോഷണലി ആണ് നമ്മൾ അവരെ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ വേണം. ആ ബ്രാൻഡ് എപ്പോഴും റെപ്യൂട്ടേഷൻ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ക്വാളിറ്റി സർവീസ് ആയിരിക്കണം. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം. അതിന്റെ സർവീസ്, അതിന്റെ ഫോളോ അപ്പ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ ബ്രാൻഡ് പേഴ്സണാലിറ്റി. ആ ബ്രാൻഡിന് ഒരു മുഖം ഉണ്ടാവും. അതാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ആ വ്യക്തി ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി, കൺസിസ്റ്റൻസി, ഇമോഷണൽ കണക്ഷൻ, അതെല്ലാം റെപ്യൂട്ടേഷൻ, ഇതെല്ലാം അവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയാം. എന്താണ് കൺസിസ്റ്റൻസി? ഡിസിപ്ലിൻ, മോട്ടിവേഷൻ. നമ്മൾ എന്ത് ഒരു ചെറിയ ലെവലിൽ നിന്ന് നമ്മൾ നല്ല ഒരു ഹൈ ലെവലിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം ഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു വ്യക്തിയും ഒരു പേഴ്സണൽ ബ്രാൻഡോ ഒരു റിച്ച് ആയിട്ടുള്ള ആളോ ഒരു ഹൈ പൊസിഷനിൽ എത്തിയ ആളോ ഡിസിപ്ലിൻ ഇല്ലാതെ ആരും ലൈഫിൽ സക്സസ് നേടിയതായി എൻ്റെ അറിവിലില്ല. ഡിസിപ്ലിൻ നമ്മളെ ലൈഫിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് തന്നെ ആ ഡിസിപ്ലിനിലൂടെ തന്നെ നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആർ യു ഫോളോയിങ് മീ? ഹലോ, യെസ് സാർ, യെസ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പലരും പല ജോലിയിലായതുകൊണ്ടാണ്. പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ്? പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ABCD. ഫസ്റ്റ് കംസ് അപ്പിയറൻസ്. നമ്മൾ ആ പേഴ്സണൽ ബ്രാൻഡിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഷോക്കേസ് ചെയ്യുന്നത്, അവിടെ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, ഹൗ ദേ ക്യാരി ദെയർ സെൽഫ്, അവരെങ്ങനെയാണ് അവരെ ക്യാരി ചെയ്യുന്നത്, അവരുടെ വേഷം, അവരുടെ എല്ലാ ആൾക്കാരായിട്ടുള്ള പെരുമാറ്റം, കാര്യങ്ങളൊക്കെ. ദെൻ കംസ് കമ്മ്യൂണിക്കേഷൻ. ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ദ പബ്ലിക് ആണെങ്കിൽ അങ്ങനെ, അവരുടെ കസ്റ്റമേഴ്സിനോടാണെങ്കിൽ അങ്ങനെ, അവരുടെ സ്റ്റാഫിനോട് അങ്ങനെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ദെൻ കംസ് ഡിജിറ്റൽ ഇംപ്രഷൻ, ഓൺലൈൻ പ്രസൻസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക്. അതിലെല്ലാം നമ്മൾ എങ്ങനെയാണ് പ്രസൻസ് ഉള്ളത്, അതുപോലെ തന്നെ ബിഹേവിയർ. ഇനി സ്വന്തമായിട്ട് നമുക്കൊരു അവലോകനം നടത്തി നോക്കാം. കുറെ പേര് ഇപ്പൊ നമ്മൾ വന്ന ഇത്രയും മെമ്പേഴ്സിൽ കുറച്ച് പേര് ബിസിനസ്സിലുള്ളവരുണ്ടാവാം, കുറച്ച് പേര് ജോബ് ഓറിയന്റഡ് ആയിട്ടായിരിക്കാം, അങ്ങനെ പല സർവീസസ് ആയിരിക്കാം, പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പൊ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം, വാട്ട് ആം ഐ നോൺ ഫോർ? ഞാൻ എന്തിന് ആണ് നോൺ ആയിട്ടുള്ളത്? വാട്ട് പ്രോബ്ലംസ് ഡു ഐ സോൾവ്? ഞാൻ എന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്? വാട്ട് വാല്യൂസ് ഗൈഡ് മീ? ഏതൊക്കെ വാല്യൂസ് ആണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്? എൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? പേഴ്സണൽ വാല്യൂസ് എന്തൊക്കെയാണ്? ഞാൻ മുറുകെ പിടിക്കുന്ന വാല്യൂസ്. നമുക്കൊരു സ്വയം അവലോകനം നടത്താവുന്നതാണ് എല്ലാവർക്കും. പിന്നെ ലാസ്റ്റ് ആയിട്ട് വാട്ട് മേക്സ് മീ ഡിഫറെന്റ്. എല്ലാവർക്കും ഒരു യുണീക്നെസ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയും എന്താ, USP. അതേപോലെ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോർഷൻ. എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ ആ ഡിഫറെന്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെ എങ്ങനെയാ സാർ ഇതിനു മുമ്പ് പറഞ്ഞ ഒന്നുകൂടി പറയും, ഒറ്റ പോയിന്റ്, ആ പോയിന്റ് ഒന്ന് പറയാം. ഇതിനു മുമ്പ് പറഞ്ഞ ഇത് നമ്മൾ സ്വന്തമായിട്ടൊരു അവലോകനം നടത്തുന്നതാണ്, സെൽഫായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ എന്താണെന്നുള്ളത് നമ്മൾ എന്താണെന്ന് ഫസ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കുക. സെൽഫ് ടോക്ക് ആണ്. വാട്ട് ആം ഐ നോൺ ഫോർ? ഞാൻ എന്തിനാണ് അറിയപ്പെടുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈസെൽഫ്, ഞാനൊരു കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് ആണ്. എൻ്റെ കോർ ഏരിയ കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് ആണ്. പിന്നെ JCI സർട്ടിഫൈഡ് സോൺ ട്രെയിനർ ആണ്. അപ്പൊ വാട്ട് പ്രോബ്ലംസ് ഡു ഐ സോൾവ്?
അപ്പൊ ആ എന്ത് പ്രോബ്ലംസ് ആണ് ഞാൻ സോൾവ് ചെയ്യുന്നത് ചോദിച്ചാല് എസ്തെറ്റിക്കലി പല്ലിന് ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് കാഴ്ചയിൽ പല്ല് പൊങ്ങി നിൽക്കുകയാണ്, വിടവുള്ള പല്ലാണ്, പൊട്ടിയ പല്ലാണ്, ഫ്രണ്ട് പല്ല്, അവർക്ക് ചിരിക്കാൻ കോൺഫിഡൻസ് ഇല്ല, ബിസിനസ് മാൻ ആണ്, അവർക്ക് കുറെ ക്ലയൻസിനെ മീറ്റ് ചെയ്യണം, ജോലിക്കാരാണ്. അപ്പൊ അതിനുള്ള ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ദെൻ വാട്ട് വാല്യൂസ് ഗൈഡ്സ് മീ, അത് പറയുന്നത് നമ്മളെ കോർ വാല്യൂസ് ഉണ്ടാവും നമുക്ക്. ഫോർ എക്സാമ്പിൾ എന്റെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ എംപതി, കമ്പാഷൻ, അങ്ങനെയൊക്കെയാണ് എൻ്റെ കോർ വാല്യൂസ് ഉള്ളത്. പിന്നെ വാട്ട് മേക്സ് മീ ഡിഫറെന്റ്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്, അതൊക്കെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് നമ്മളെ പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു സർ, വെരി ഗുഡ്. ഓക്കെ. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ രാജ്യത്തും നമ്മളെ ഈ ലോകത്തുമുള്ള ഫേമസ് പേഴ്സണൽ ബ്രാൻഡ്സ്. അപ്പൊ അവരെങ്ങനെയാണ് അവർ ക്യാരി ചെയ്യുന്നത്, അവർ ഷോക്കേസ് ചെയ്യുന്നത്, അവര് സെലിബ്രിറ്റീസ് അവരെങ്ങനെയാണ് ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മോഹൻലാൽ സർ ലാലേട്ടൻ ഇപ്പൊ വേൾഡ് കപ്പിനുണ്ടായിരുന്നു. വേൾഡ് കപ്പിന്റെ സമയത്ത് പുള്ളി ഫോട്ടോസും വീഡിയോസും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കേരളത്തിലുള്ള പേഴ്സണൽ ബ്രാൻഡ്സ് ആണ് യൂസുഫ് അലി സർ, കാരടം സുലൈമാൻ സർ, പിന്നെ മൈജി ഷാജിക്ക, അവരെല്ലാം നമ്മളെ കേരളത്തിലുള്ള പേഴ്സണൽ ബ്രാൻഡ്സ് ആണ്. പിന്നെ ഒബ്വിയസ്ലി മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി. പിന്നെ വിജയ് ഇപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ ഒരു ആക്ടറായി, അങ്ങനെ തന്നെ പുള്ളി തമിഴ്നാടിന്റെ CM ആയി. പിന്നെ ഡൊണാൾഡ് ട്രംപ് ആൻഡ് ഇലോൺ മസ്ക് നമ്മളെ വേൾഡിലെ തന്നെ ഫേമസ് പേഴ്സണൽ ബ്രാൻഡ്സ് ആണ്. ഇലോൺ മസ്ക് ആണ് നമ്പർ 1 പേഴ്സണൽ ബ്രാൻഡ് ആയിട്ട് വരിക. ആൻഡ് ഇറ്റ്സ് മീ. The first one is with John Kuriakos, the director of Dentcare Lab. ലോകത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡെന്റൽ ലാബാണ്. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ എണ്ണം പറയാവുന്ന ഡെന്റൽ ലാബിൽ വരുന്നതാണ്. Then this with ഫൈസൽ ചീറാൻ, പിന്നെ ഡയറക്ടർ ഓഫ് അവർ മൂവി ഒടിയൻ. പിന്നെ താഴെ വരുന്നത് നമ്മളെ മുർഷിദ് ബൻഡിഡോസ്, ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്യുന്ന ആളാണ്. പുള്ളിയാണ് സൽമാൻ ഖാനെ കാലിക്കറ്റ് കൊണ്ടുവന്നിരുന്നത്. Then with Kazak Benjali, Srilakshmi CS, she is a lady entrepreneur from Thrissur, and Madani sir, ABC Group MD, then MLA Sahla Parveen. The താഴെ ഉള്ള ലേഡിയാണ് ലെവലപ്പ് വിത്ത് ലജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അവര് ലേഡീസിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സംരംഭമാണ് ചെയ്യുന്നത്. ദെൻ ഡോക്ടർ നസ്രീൻ മിൻഹാജ്, അവർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ്, ഡോക്ടറാണ്. പിന്നെ നസ്രീൻ ഹമീദ്, പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഡോക്ടർ ആൻഡ് വിഷ്ണു എന്ന് പറയുന്നത് നമ്മളെ RG ഫുഡ്സിന്റെ MD ആൻഡ് ഡയറക്ടർ ആണ്, ഫ്രം കാലിക്കറ്റ്. This is my clinic address, Relief Dental Clinic, and I am practicing in Vandoor, Vaniambalam, near Neelambur. And this is my Insta page and website. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയിപ്പോ റീക്യാപ്പ് വേണമെങ്കിൽ നമുക്ക് റീക്യാപ്പിലോട്ട് പോവാം. എനിബഡി ഹാവ് എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാറേ, നമ്മളെ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് എന്താ ഒരു പിന്നോട്ട് വലിയ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അത് ബ്രാൻഡ് ചെയ്യാൻ നമുക്കൊരു ചെറിയൊരു ഒരു ഉൾവലിയിലുണ്ട്. അത് എന്താ സാറേ? ഓക്കെ, ചില ആൾക്കാർക്ക് അവരുടെ ഫേസ് പുറത്ത് കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്പർ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി എന്ന് വെച്ചാൽ NVIDIA ആണ്. പക്ഷെ ഈ NVIDIAന്റെ CEO അല്ലെങ്കിൽ ഫൗണ്ടർ ആരാണെന്ന്
പബ്ലിക്കിന് അറിയില്ല. നമ്മൾ സെർച്ച് ചെയ്തൊക്കെ പോയാലേ കിട്ടുള്ളൂ. അത് ജാപ്പനീസ് ആണത്, ജാപ്പനീസ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ മലബാർ ഗോൾഡിന്റെ MD നമ്മളെ പുള്ളിനെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഫേസും പുറത്തോട്ട് ഷോക്കേസ് ചെയ്യാത്ത. എന്നാൽ ചില ബ്രാൻഡുകൾ പെട്ടെന്ന് വളരുന്നത് അവരുടെ ഒരു ഫേസ് ഉണ്ടാവും. ഇപ്പോ ലുലു ഗ്രൂപ്പിന്റെ ഫേസ് എന്ന് പറയുന്നത് യൂസുഫ് അലിക്കാണ്. അപ്പൊ യൂസുഫ് അലി സാറ് അത് നന്നായിട്ട് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ നന്നായിട്ട് പിച്ച് ചെയ്യാനും കഴിയും. അവരുടെ ബ്രാൻഡ് വളരെ നല്ല ലെവലിലാണ് ഗ്രോത്ത് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റോർസ് കേരളത്തിനകത്തും GCC കൺട്രീസിലും ഒരുപാട് കൺട്രീസിലോട്ട് അവർ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സാറിന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു സുഹൃത്ത് നല്ലൊരു മ്യൂസിഷ്യനാണ്. നമ്മളെ പല ഫിലിംസിലെ സോങ്സിനൊക്കെ. പക്ഷെ അയാൾ എന്താ വെച്ചാലേ അങ്ങനെ അങ്ങോട്ട് ബ്രാൻഡ് ചെയ്യില്ല. പക്ഷെ ഭയങ്കര കഴിവില്ല, അസാധ്യ കഴിവില്ല മനുഷ്യനാ. ബ്രാൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ട് സാർ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യണം ശരിക്കും. അത് എല്ലാവരും നമ്മള് സോഷ്യൽ മീഡിയയിലും ഇതിലുമാണ് ഉള്ളത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ സാർ ഒരു അടിപൊളി ഷോപ്പ് ഒരു കാട്ടിൽ കൊണ്ടുപോയി തുടങ്ങി. ഒരു കാട്ടിലാണ് ഷോപ്പുള്ളത്. നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട്, നല്ല സൂപ്പർ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആളുകൾ അറിയുന്നില്ല ഈ ഷോപ്പ് എവിടെയാണ് ലൊക്കേറ്റഡ്. ഈ ഷോപ്പ് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് ആള് അറിയുന്നില്ല. അത് നിങ്ങൾ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാട്ടിലാണ്. അപ്പൊ എങ്ങനെ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്തിപ്പെടുക, എങ്ങനെ നമുക്ക് ബിസിനസ് കിട്ടുക, അതാണ് കൺസെപ്റ്റ്. അപ്പൊ നമ്മള് ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മളെ ബ്രാൻഡിങ്, അതുപോലെ നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ്. ശരി സാർ, താങ്ക് യു സാർ. ഓക്കെ, നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. അതിനു മുമ്പ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഫീഡ്ബാക്കിലേക്ക് പോകാം. Okay. Now we are going for feedback. ഫീഡ്ബാക്കിനുള്ള സമയമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ്, ഒപ്പീനിയൻസ് ഫീഡ്ബാക്ക് പറഞ്ഞോട്ടെ. പറയൂ. അടിപൊളി സെഷനാണ് കേട്ടോ. നല്ല ഫേസും എക്സ്പ്രഷനും ഒക്കെ ഗംഭീര. ഈ പൊരിഞ്ഞ മഴയത്ത് അടിപൊളി സെഷനായിരുന്നു, ഗംഭീര സെഷൻ, അടിപൊളിയായിരുന്നു. മാത്രമല്ല ആ വാക്കുകൾക്ക് നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാഷ്, താങ്ക് യു വെരി മച്ച്. ശ്രീന ടീച്ചർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു സെഷനായിരുന്നു. ഈ പേഴ്സണൽ പനിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മള് ഒരുമിച്ചൊരു സെഷൻ ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നു അല്ലേ? അതെ സാർ, അതെ. ഓക്കെ സാർ, പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് സത്യം പറഞ്ഞാല് ഞാനെപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആയിരുന്നു. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ സോൺ ട്രേഡർ പോർഷനിൽ കൂടി കഴിഞ്ഞത് കൊണ്ട് നമ്മളെ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കുന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സെഷനോട് അത് ഓക്കെ ആയി എന്ന് തന്നെ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീന ടീച്ചറെ. ഗുഡ് മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു. നമ്മളെ കുറിച്ചിട്ട്, നമ്മളൊരു ബ്രാൻഡായി മാറുന്നതിനെ കുറിച്ചിട്ട്, അതിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് സാർ പറഞ്ഞത്. കാര്യമായിട്ട് സ്ട്രെസ് ഇതാക്കുന്നു, മറ്റുള്ള പെരുമാറ്റങ്ങൾ ഒന്ന് ക്ലിയർ ആക്കുന്നു. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ക്ലാസ് സാറിന് പറഞ്ഞു. ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇതിൽ വന്നിട്ടുള്ളത്. ഒന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും താങ്ക് യു, നന്നായിട്ടായിരുന്നു സാർ. താങ്ക് യു സുമൻ ഭായ്, താങ്ക് യു. നൗ സൂസൻ മാം പറഞ്ഞോളൂ. യെസ്, ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. യെസ്, പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ആ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാമെന്നുള്ളതിനെ പറ്റി
വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റെപ്സ് ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഒരു പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മളെ തന്നെ എങ്ങനെ, നമ്മുടെ സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതെങ്ങനെ നമ്മളിലൂടെ എങ്ങനെ അത് ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാം, അങ്ങനെയാണെങ്കിൽ അത് നല്ലതായിട്ട് സക്സസ് ആവും എന്നുള്ള ഒരു മെസ്സേജ് ആണ് തന്നത്. താങ്ക് യു വെരി മച്ച്. വളരെ നല്ലതായിരുന്നു. താങ്ക് യു സൂസൻ മാം. രഞ്ജിത്ത് സാർ പറഞ്ഞോളൂ. സർ, വളരെ നല്ലൊരു പോസിറ്റീവ് സെഷൻ ആയിരുന്നു. അതും എസ്പെഷ്യലി ഒരു മൺഡേ ഒക്കെ കേൾക്കുമ്പോൾ, ഒരു സ്റ്റാർട്ടിങ് ഡേയിലാവുമ്പോൾ അതിനൊരു പ്രത്യേക ഇത് വരുന്നുണ്ട്. അതായത് ഒരു വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, പിന്നെ സാറ് പറഞ്ഞതിൽ തന്നെ ഒരു വിഷയമാണ്, പലരെയും പുറകോട്ട് വലിക്കുന്നുണ്ട്. ഈ പറയുന്ന ബ്രാൻഡിങ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഈ ഇച്ചിരി എന്താ പറയുക ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും ഓർത്ത് നമുക്കൊന്ന് ഒരു അഡ്വർടൈസ് ചെയ്യാനോ നമ്മളെ ഒന്ന് അതിൽ പെടുന്ന ഒരാളാണ് ഞാനും. അപ്പൊ അതിനെപ്പറ്റി സാറ് കുറച്ച് പറഞ്ഞു. വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇച്ചിരൂടെ ഉപയോഗപ്രദമായിരിക്കും. You can contact me anytime. Like, I have my Instagram ID. You can chat with me. Okay. Thank you, sir. Thank you. ഓക്കെ രഞ്ജിത്ത് സാർ, താങ്ക് യു വെരി മച്ച്. റൌഫ് സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ പറഞ്ഞ പോലെ. മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്തോ ഒരു മോശം സംഗതിയായിട്ടൊക്കെ തോന്നിയിരുന്ന ഒരു സമയമായിരുന്നു ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. ഇപ്പം പക്ഷെ അത് അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ ഒരു മേഖലയിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ പേരാണോ ആദ്യം ഓർമ്മ വരുന്നതെങ്കിൽ വി മേഡ് ഇറ്റ് എ ബ്രാൻഡ് എന്നുള്ളതാണ്. മനോജ് സാറിന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മളെ പേര് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാൻഡായി എന്ന് നമുക്ക് വിചാരിക്കുക. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് ആളുകളുണ്ട് എല്ലാ മേഖലയിലും. ബ്രാൻഡിങ്ങോടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വർക്ക് പ്ലേസിലാണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും എല്ലാ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പോലും ഇപ്പൊ വളരുന്നത് അതിന്റെ ഓണറുടെ ബ്രാൻഡിങ്ങിലൂടെയാണ്. നേരത്തെ ഷാജിക്കയുടെ കാര്യം പറഞ്ഞല്ലേ, മൈജി, അതൊക്കെ ബ്രാൻഡിങ് ചെയ്യുന്ന പുതിയ വഴികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു മാസൂം സാർ. റൌഫ് സാർ ഇപ്പൊ കമന്റ് പറഞ്ഞത് US നിന്നാണ് കേട്ടോ, അമേരിക്കയിലാണ് ആളാണ്. താങ്ക് യു റംസാൻ. കബീർ സാർ പറഞ്ഞോളൂ. അംബിക മാം. ഓക്കെ കബീർ സാർ പറയുന്നുണ്ട്. ഓക്കെ സാർ, ഇന്നത്തെ സബ്ജക്ട് വളരെ നല്ലൊരു സബ്ജക്റ്റ് ആണ്. കാലത്തിനനുസരിച്ച് ഒരുപാട് ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇന്ന് നമുക്ക് സെൽഫ് ബ്രാൻഡിങ് ഓരോ വ്യക്തിക്കും, അത് എസ്പെഷ്യലി ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ആളായാലും ഓരോ ഓണ്ടർപ്രണർ ആയാലും അല്ല, നമ്മൾ സ്വന്തമായി ഈ ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും സെൽഫ് ബ്രാൻഡിങ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സാറ് പറഞ്ഞതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സെൽഫ് അനലൈസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നമ്മൾ വെളിയിലേക്ക് അതിന് പ്രത്യേകിച്ച് പഠിക്കണമെന്നില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് എവിടെയൊക്കെയാണ് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സാറ് കോട്ട് ചെയ്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത് എന്ന് ചെക്ക് ചെയ്യുകയും അതനുസരിച്ച് നമ്മളെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ നമ്മുടെ ബ്രാൻഡിനെ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരാക്കി കാണിക്കാം എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ, നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ സെൽഫ് ബ്രാൻഡിങ് ഓട്ടോമാറ്റിക് ആവും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന, ഒരു ദിവസം മസൂം സാറിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നാളെ തൊട്ട് ഞാൻ ബ്രാൻഡായി പോകുന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. കുറെ കാലം നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. നമ്മളെ എവിടെയെല്ലാം ഷോക്കേസ് ചെയ്യാൻ സാറ് പറഞ്ഞു, അതിൽ ഈവൻ നമ്മുടെ ഡ്രസ്സിങ്ങിൽ പോലും അതിൽ ആ വ്യത്യാസം കൊണ്ടുവരണം. സാർ അത് വ്യക്തമായി പറഞ്ഞു. നമ്മളെ എവിടെയെല്ലാം പ്രസന്റ് ചെയ്യുന്നു, ഒന്ന് നമ്മുടെ പ്രസന്റേഷനാണ്, രണ്ട് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്, മൂന്നാമത് നമ്മുടെ യുണീക്ക്നെസ് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായി നമുക്ക് അറിയാവുന്ന ബ്രാൻഡുമായി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ചെയ്താൽ ഇന്നത്തെ സബ്ജക്റ്റ് വളരെ നല്ല സബ്ജക്റ്റ് ആയിരുന്നു. സാർ നന്നായിട്ട് അതിനോട് കൂറുപുലർത്തി. വെരി കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. മസൂം സാർ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു കേട്ടോ.
കൺഗ്രാജുലേഷൻസ്. you. എന്ന് വെച്ചാൽ പറഞ്ഞു. പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ABCD ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് അതൊക്കെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോ യുവേഴ്സൽസ് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ആ 4 ക്വസ്റ്റ്യൻസ് അത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ വരുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളെ ഏത് രീതിയിലാണ് നമ്മുടെ ഡിഫറൻസ്, നമ്മുടെ യൂണിക്നെസ് എന്താ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുമില്ല. ഹെസിറ്റേഷൻ കൊണ്ടു നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ, ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ സാറ് നല്ലൊരു സെഷനായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട്, അപ്പോൾ ഒരു ഡിജിറ്റൽ ഇംപ്രഷൻ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്രമിക്കാം കേട്ടോ സാറേ. വളരെ നല്ലൊരു സെഷനാണ്. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. Thank you, Ambika ma'am. താങ്ക് യു മാം, താങ്ക് യു. ഒരു കേസ് ഇൻസ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാറ് വന്നിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ല. യെസ്, പറഞ്ഞോളൂ സാർ. മാസും സർ വളരെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. ബിസിനസ്മാൻമാർക്ക് മാത്രമല്ല, ഓരോ ജോലിയിലുള്ളവർക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റി വളരെ വേറിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹിക സേവന രംഗത്താണെങ്കിലും. ഇപ്പം ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് അവിടെ ഹൈലൈറ്റ് ആയിരിക്കും. കാരണം അവരുടെ ഇടപെടൽ, അവരുടെ പ്രത്യേകത, അവരുടെ പെരുമാറ്റം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിലും ഡ്രസ്സിങ്ങിലും നമ്മുടെ പ്രൊഡക്റ്റിലും അല്ലെങ്കിൽ നമ്മുടെ സർവീസിലും ഒക്കെ ഒരു വേറിട്ട ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബ്രാൻഡായിട്ട് മാറാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് എളുപ്പം കൂടിയാണ്. സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് പഴയ കാലത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നിടത്ത് ഇപ്പൊ നമുക്ക് യാതൊരു ചെലവും ഇല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ബ്രാൻഡ് സൃഷ്ടിക്കാൻ കഴിയും. അതിന് നല്ല ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു JCI. താങ്ക് യു മസൂദ് സാർ. താങ്ക് യു സാർ. സാറ് ആദ്യമായിട്ടാണോ ഫ്ലോറിൽ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരുന്നു. അതെ, ഞാൻ ഡോക്ടർ മാസൂം സാറിന്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. ഞാൻ KS സലാം ആണ് എൻ്റെ പേര്. കോഴിക്കോടാണ്. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് അതേപോലെ തന്നെ ലൈഫ് കോച്ചിങ് ഉൾപ്പെടെയുള്ള ട്രെയിനിങ് മേഖലയിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം സെറികൾച്ചർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് കർണാടകയിലാണ്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്കൊരു സെഷൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ എടുത്തു തരണം. സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. പോസിറ്റീവ് കമ്മ്യൂൺ കൂട്ടായ്മയുടെ വടകരയുടെ ചെയർമാനാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോറത്തിന്റെ സ്റ്റേറ്റ് ഡയറക്ടർ കൂടിയാണ്. എൻ്റെ നമ്പർ 9048 631312. പേര് ഡോക്ടർ പേര് KS സലാം. ഓക്കെ സാർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഓൾസോ. താങ്ക് യു സർ. ബേബി മാഷ് പറഞ്ഞോളൂ. മസൂം സാർ, Yes. നന്നായിരുന്നു സാർ, നന്നായിരുന്നു. ഒത്തിരി അഭിനന്ദനങ്ങളുണ്ട്. Thank you. ഇപ്പൊ ഞാനതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ കോംപ്ലാസൻസസ് ഉണ്ടല്ലോ, നമ്മുടെ ആത്മസംതൃപ്തി. നമ്മൾ എന്താണ് ഒരു കാര്യം നമ്മളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവനേക്കാൾ ഞാൻ കേമനാണ് എന്നുള്ളത് വെച്ച് നമ്മൾ അങ്ങോട്ട് ആത്മസംതൃപ്തി, കോംപ്ലാസൻസ് സാറിന് ഇല്ലേ സാർ? അങ്ങനെ ഒരു പ്രശ്നമാണ് ഞാൻ പലപ്പോഴും ഫീൽ ചെയ്യുക. അവർ ചെയ്തില്ല, പക്ഷെ ഞാൻ ചെയ്തു. പക്ഷേ എന്നാലും സാറ് തന്ന ഈ നോ യുവർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനറിൽ അത് നാളെ നമ്മൾ അനലൈസ് ചെയ്ത് ഒത്തിരി കറക്ഷൻസ് എനിക്കും വേണ്ടി വരുന്നു, എനിക്കും വേണം എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി സാർ. ഒത്തിരി നന്ദിയുണ്ട് സാർ. അഭിനന്ദനങ്ങൾ. താങ്ക് യു ബേബി മാഷ്. താങ്ക് യു വെരി മച്ച്. സ്പേസ് ഇന്ററാക്ഷൻസ് പറഞ്ഞോളൂ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരുന്നു. എന്റെ പേര് ഷിനാബ്. ഞാൻ കോഴിക്കോടാണ്. ഒരു ബ്രാൻഡിങ് അഡ്വർടൈസിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മസൂം സാർ ഒരു ഫ്രണ്ട് കൂടിയാണ്. ഞാൻ അവിചാരിതമായിട്ടാണ് മസൂം സാറ് വാട്സപ്പ് സ്റ്റാറ്റസ് കൂടി കാണുകയും അതിൽ ലിങ്കിലേക്ക് വേഗം രാവിലെ തന്നെ ആയതുകൊണ്ട് വേഗം കയറുകയും ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റാറ്റസ് കാണുകയും പെട്ടെന്ന് ലിങ്ക് കയറിയിട്ട് അറ്റൻഡ് ചെയ്യും. ഞാൻ ഇങ്ങനെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ കോഴിക്കോടൊക്കെ ഇവന്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതിൻ്റെയാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനിയും കാണാനാകട്ടെ. ഇനി അടുത്ത മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ആഴ്ച മിസ്സിസ് ഇന്ദു ആയിരുന്നു, ഇപ്പൊ ഡോക്ടർ ഇന്ദു ആയിട്ടുള്ള ഇന്ദു മാം കണ്ണൂരിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ദു മാം പറഞ്ഞോളൂ.
ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മാസ്റ്റർ സാർ, നല്ലൊരു സെഷൻ ആയിരുന്നു. എപ്പോഴും പണ്ടൊക്കെ Thank you. നമ്മള് ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ പേഴ്സണൽ ബ്രാൻഡിങ്. പക്ഷെ ഇപ്പം പോകെ നമുക്ക് മനസ്സിലായി നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് സാറിന്റെ സെഷനിലൂടെ നന്നായിട്ട് ഒന്നുകൂടെ എന്താ പറയാ, ഇന്നൊരു മൺഡേ മോർണിംഗിൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയോട് കൂടിയുള്ള ഒരു ദിവസം ആവാൻ വേണ്ടി പറ്റി. താങ്ക് യു സോ മച്ച്. Thank you, ma'am. താങ്ക് യു Thank you. ഡോക്ടർ വിന്ദു. താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? സീന ഷിനോജ് ഫ്രം കാലിക്കറ്റ്, പറഞ്ഞോളൂ മാം. ഗുഡ് മോർണിംഗ്. ഞാൻ Good കോഴിക്കോട് morning. നിന്നാണ്, സീനയാണ്. പിന്നെ ഇന്നത്തെ സെഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന ആ ഒരു മേഖല എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ നമ്മളെ ബ്രാൻഡ് ചെയ്യാറില്ലല്ലോ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയണം, അല്ലെ നമ്മളെ അത് അങ്ങനെ ഒരു വിശ്വസിച്ചിരുന്ന ആളും കൂടിയായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് മസൂം സർ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ഇന്നത്തെ സെഷൻ വളരെ യൂസ്ഫുൾ ആയി. ഒരുപാട് നന്ദി, സ്നേഹം. അതുപോലെ തന്നെ കോഫി ടോക്കിന്റെ എല്ലാവരോടും താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സീന മാം. താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? അബൂബക്കർ സാറേ, സോറി സാറേ, ഞാൻ പറയാം. പറയൂ. നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക്, എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് ഓരോരുത്തരും നിലനിർത്തേണ്ട ഒരു അനിവാര്യമായ ഘടകമാണ് പേഴ്സണാലിറ്റി. ആ വ്യക്തിത്വ വികസനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് രാവിലെ സാറ് ഭംഗിയായി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നു. നല്ല സെഷൻ സാർ. താങ്ക് യു. ലൈസ, ഗുഡ് മോർണിംഗ്. അല്ല, മധു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുള്ളത്? നവാസാണ്. പിന്നെ നവാസ് സാർ, പറഞ്ഞോളൂ. ഇന്നത്തെ സെഷന് വളരെ അടിപൊളിയായി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹം പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും ആദ്യം നമ്മളെ കുറിച്ച്, പേഴ്സണൽ ബ്രാൻഡ് ആവുന്നതിനെ കുറിച്ച് നമ്മളെ കുറിച്ച് ഒരു അവലോകനം നടത്തിയിട്ട് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള പോയിന്റ് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യത്തില് ഞാൻ ആദ്യകാലത്തൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വളരെ എതിരായിരുന്നു. അതൊരു ശരിയായ നിലപാടില്ല എന്നുള്ള രീതിയിലായിരുന്നു. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായി അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് എല്ലാവരും പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നോക്കം പോകുന്ന പല ആളുകളും, പ്രത്യേകിച്ച് ഞാൻ ഗവൺമെന്റ് സർവീസിലൊന്നും ആളുകളെ ബ്രാൻഡ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു ഹയർ ഓഫീസർ, അയാൾ ജില്ലാ ലെവൽ ഓഫീസർ, അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചും കൂടി പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെ എല്ലാ പ്രൊജക്റ്റും ഉഷാറാണ്, പക്ഷെ നിങ്ങൾ സ്വന്തം പ്രൊജക്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പിന്നിലാണ്, അതുകൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പേഴ്സണൽ അപ്പോ ഈ ഇന്നത്തെ വിഷയം ഞാൻ മസൂദ് സാറിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്തു. കൺഗ്രാജുലേഷൻ സാർ. അതുപോലെ ഇന്നത്തെ ഇത് ഷെയർ ചെയ്ത മനോജ് സാറും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. KSEB ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. താങ്ക് യു വെരി മച്ച്. ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. സാർ, ഓരോ ദിവസം ഓരോ സെഷന് ശേഷം ഒരു ക്വിസ് മത്സരം ഉണ്ടായിരിക്കും. ക്വിസ് മത്സരത്തിൽ ഒരു ചോദ്യം ചോദിക്കും. ഏത് വിഷയത്തെ കുറിച്ചും അണ്ടർ ദ സൺ ഏത് ടോപ്പിക് ആയാലും ചോദിക്കാറുണ്ട്. ചിരിയാവാം, ചിന്തയാവാം, വിജ്ഞാനാവാം. അതിനുശേഷം ആൻസർ പറയുന്ന ഒരാള്, അവരാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ. ഞങ്ങളൊരു നല്ലൊരു പോസ്റ്ററൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഇറക്കും. അത് ഈ പറയുന്ന പോലെ US മലേഷ്യയിലും UAE ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ആ ചോദ്യം വളരെ സിമ്പിൾ ആയിരിക്കും. മിക്കവാറും സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ്. അതിന് ആൻസർ ചാറ്റ് ബോക്സിലൂടെ മാത്രമാണ് നൽകേണ്ടത്. അവർക്കൊരു 100 പോയിന്റ്സ് കിട്ടും. അതിനുശേഷം ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ അവര് സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ചോദ്യം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ്. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്? പലരും ഫീഡ്ബാക്ക് ഒന്നും പറയില്ല, പക്ഷെ ആൻസർ ചാറ്റ് ബോക്സിലൂടെ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കും ചിലരൊക്കെ. അവര് സമ്മാനം നേടാറും ഉണ്ട് കേട്ടോ. 1 മിനിറ്റ്, ക്വസ്റ്റ്യൻ ഒന്ന്
ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ. ഇതിൽ സാറ് പങ്കെടുക്കണ്ട, കാരണം സാറിന്റെ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ സാറൊന്നും എന്തായാലും മസും സാർ പങ്കെടുക്കേണ്ട, ബാക്കി എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇതിൽ വിൻ ചെയ്യുന്ന ആളാണ് ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത്. ആരെങ്കിലും ഇല്ലെങ്കിൽ അവരാണ് പറയേണ്ടത്. ചോദ്യം വന്നു കഴിഞ്ഞു. ഒരു ബ്രാൻഡിന്റെ പേരും ലോഗോയും മറ്റുള്ളവർ അനുകരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാതിരിക്കാൻ നിയമപരമായ പരിരക്ഷ നൽകുന്നത് എന്താണ്? ആൻസർ ഒക്കെ കുറെ വന്നു. ഏറ്റവും ആദ്യം അസീസ് വിളംബരം സി പാറ്റന്റ് അല്ല. ബേബി മാഷ് പാറ്റന്റ്. രഞ്ജിത്ത് സാർ കോപ്പിറൈറ്റ്. ബി അബ്ദുൾ റൌഫ് സാർ ഓക്കെ. റൈറ്റ് ആൻസർ ഈസ് ട്രേഡ് മാർക്ക് ആണ് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ നൽകുന്നത്. അതല്ലേ സാറേ മാസും സാർ? റൈറ്റ് അല്ലേ ആൻസർ? ട്രേഡ് മാർക്ക് ആണ്. കറക്റ്റ്. സോ കൺഗ്രാറ്റുലേഷൻസ് റൌഫ് സാർ. US നിന്ന് തന്നെ ഇന്ന് ഒരു വിന്നറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ പ്രിവിലേജ്. അപ്പൊ ആദ്യമായിട്ട് ഇന്നത്തെ നമ്മുടെ രേഖാ മാമിന്റെ അഭാവത്തിൽ ഇന്നത്തെ ചെയർമാനായ മനോജ് സാറിന് നന്ദി അറിയിക്കുന്നു, നന്നായിട്ട് തന്നെ സെഷൻ മോഡറേറ്റ് ചെയ്തതിന്. പിന്നീട് നമ്മുടെ കോഫി ടോക്കിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള 4 പേർക്കും, പേര് ഞാൻ പറയുന്നില്ല, 4 പേർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ JCIയുടെ എല്ലാ പ്രസിഡന്റുമാരായിട്ടുള്ള ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് ചെയ്തതിനും തുടങ്ങി വെച്ചതിനും അവർക്കും നന്ദി പറയുന്നു. നമ്മുടെ പോസ്റ്ററുകളെല്ലാം ഉണ്ടാക്കുന്ന ഉസ്മാൻ സാർ, ഭംഗിയുള്ള പോസ്റ്ററുകൾ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും കൃത്യമായിട്ട് നമുക്ക് തരുന്ന ഉസ്മാൻ സാറിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും. അവസാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇന്നത്തെ ട്രെയിനറോടാണ്. പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അതിന്റെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. നേരത്തെ രഞ്ജിത്ത് സാർ പറഞ്ഞ പോലെ രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനും ഒക്കെ തന്നതിന് നമ്മുടെ ട്രെയിനറോടും നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു മനോജ് സർ. താങ്ക് യു റൌഫ് സാർ. USA നിന്നുള്ള മനോഹരമായ ഒരു വോട്ട് ഓഫ് താങ്ക്സ്. അദ്ദേഹം ഇന്നത്തെ വിന്നറും കൂടാൻ കൺഗ്രാറ്റുലേഷൻ സാർ. ഒരു ബിസിനസ്സിലോ വ്യക്തി ജീവിതത്തിലോ ബ്രാൻഡിങ് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും വിപണിയിൽ സ്വന്തമായി ഒരു ഐഡന്റിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഡോക്ടർ ഇന്ന് വിശദീകരിച്ചത്. പങ്കെടുത്ത എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. എന്തായാലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് തന്റെ ഭയങ്കര തിരക്കുകൾക്കിടയിലും വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ച ഈ സെഷൻ തികച്ചും വിജയകരമാക്കിയ ഡോക്ടർ മസൂം സാറിന് ഈ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ വളരെ സ്നേഹം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവരും സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കാനും അത് നിലനിർത്താനും എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCI നിലമ്പൂർ ഗോൾഡൻ വാലി ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽ അഡ്ജന്റ്. Thank you very much. Thank you, doctor.